ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഇൻട്രോ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീടിൻ്റെ ആ ഒരു വഴി, ആ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നൊരു വഴിയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടക്കവേ തന്നെയാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, എനിക്ക് റോഡിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, ചക്കരയ്ക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗെയ്സ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ അങ്ങോട്ട് ഗിഫ്റ്റൊന്നും അങ്ങനെയൊന്നുമല്ല, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അത് ഞാൻ എന്ത് ചെയ്തു, ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി ബോയ് മുകളിൽ വന്നിട്ട് എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു, സാധനം കൊണ്ടുവന്നു. അപ്പോൾ സാധനം എന്താ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കളക്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ. അപ്പോൾ സാധനം എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. സാധനം എന്താ എൻ്റെ കയ്യിലുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയേ ഉള്ളൂ സാധനം, ഇതൊക്കെ നമ്മളിപ്പോൾ ഡെയിലി വാങ്ങുന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഒരു 50 പൈസയുടെ ഒരു മിഠായി ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, നമ്മളത് സർപ്രൈസായിട്ട് അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും വിലപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെയാണ് സന്തോഷം എന്ന് പറയുന്നത്. അല്ല അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു 50,000 രൂപയ്ക്ക് 1,00,000 രൂപയ്ക്ക് ഒരു ഡയമണ്ട് മോതിരം വാങ്ങിക്കൊടുക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഡബിൾ സന്തോഷം ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് കിട്ടും. പറഞ്ഞ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അതവിടെ മനസ്സിൽ ഓൾറെഡി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു സാധനം വാങ്ങാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പോയി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ കൊണ്ടുവരുന്ന ഒരു വളപ്പൊട്ടാണെങ്കിൽ പോലും അതിനുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ അത്രയും വലുതായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചകരനോട് ചോദിച്ചു, ആ ഡെലിവറി ആൾ മുകളിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരാറിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു കോളുണ്ട്, ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകണം, അങ്ങനെ ഒന്ന് ഒഴിവൊക്കെ പറഞ്ഞിട്ട് ഞാൻ റോഡിലോട്ട് കയറി സാധനം വാങ്ങിയതാണ്. അപ്പോൾ അത് പൊളിയാൻ പാടില്ലല്ലോ, എങ്ങോട്ടാണ് പോകണത്, അല്ല ഇപ്പോൾ ഡെലിവറി ആൾ വന്ന് സാധനം മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കില്ല എന്താ സാധനം വന്നതെന്ന്. അപ്പോൾ ആൾക്കറിയില്ല. സാധനം ഞാൻ 2-3 ദിവസമായി ഓർഡർ ചെയ്തിട്ടും. അപ്പോൾ അങ്ങനെ സാധനം കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഞാൻ. വീട് അവിടെ. അപ്പോൾ ഞാൻ വരുമ്പോൾ ചക്കര അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്, ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആളോട് ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നോക്കി നോക്കാം, അവിടെ ഉണ്ട്. അപ്പോൾ സാധനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ എന്താണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ചക്കരേ, എന്താ പരിപാടി, എന്തേന്, സുഖമല്ല എനിക്ക്? സുഖമാണ്. ശരി. പിന്നെ ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്. നോക്കണ്ടേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ്. കയ്യിലൊന്നും ഉണ്ടാവില്ല, കയ്യിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കയ്യിൽ സാധനം ഉണ്ട്, വെറുതെ അറിയണതല്ലാന്ന്. ഇല്ല, ഉണ്ട്, ഇല്ലാന്ന്, ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്. വീഡിയോ ഓണാക്കിയിട്ട് ഉണ്ടാവില്ല എന്നാ, വെറുതെ അറിയണതാന്നാ. ഈ ചക്കര വിചാരിച്ചെന്താ അറിയാ, വീഡിയോ ഞാൻ ഓണാക്കിയിട്ട് തന്നെ ഇല്ല, പിന്നെ വെറുതെ പറയാണ്. ഒരു സാധനം ഉണ്ട്, കണ്ടില്ലേ, കൈ ഇങ്ങനെ ബാക്കിൽ വെച്ചേക്കുന്നുണ്ടല്ലേ. സീരിയസ് ആയിട്ട് തന്നെയാണ്. എന്താ സാധനം, എന്താ നോക്കണ നീ? ഇല്ലല്ല, എന്താ നോക്കണ വെച്ചാൽ എൻ്റെ വില നോക്കണത്, എന്താണ് ഏതാണ് സാധനം, പ്രൈസ് നോക്കണം. പ്രൈസൊക്കെ നോക്കണം, അതിനകത്ത് പ്രൈസൊന്നും ഇല്ലൊക്കെ മാറ്റി. അപ്പോൾ ഇതാണ് സാധനം. എന്താന്ന് മനസ്സിലായോ? ഡ്രസ്സ്. ഓക്കെ, ഈ ഒരു സാധനം നിനക്ക് ഓർമ്മ ഉണ്ടോ? നീ എന്ന് നോക്കിയപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ അതൊന്നും എടുക്കണ്ട, അതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ സാധനമില്ലേ, അതാണ് ഈ സാധനം. കേസ് ഞാനന്ന് വെറുതെ പറഞ്ഞു, അതൊന്നും വേണ്ട, അത് രസമല്ല. ഞാൻ അന്ന് തന്നെ സാധനം ഓർഡർ ചെയ്തു ശരിക്കും. എന്താ അറിയോ, നീ അന്ന് സാധനം എനിക്ക് കാണിച്ചു തന്നില്ലേ? ആ സാധനം എനിക്കുണ്ടല്ലോ, എനിക്ക് കാണിച്ചു തന്നു. ഈ സാധനം ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പറയുന്നത് അതൊന്നും കൊള്ളൂല, രസം ഉണ്ടാവൂല, ഞാൻ വെറുതെ എറിഞ്ഞതാണ്. അതൊന്നും ചിലപ്പോൾ സൈസ് റെഡി ആവൂല, ക്വാളിറ്റി ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഈ സാധനം ഓർഡർ ചെയ്തു. ഇവിടെ ഒന്നുകൊണ്ട് നിരാശാക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ സർപ്രൈസ് ആകട്ടെ വിചാരിച്ചിട്ട്. എന്താ പറഞ്ഞു? പൊളിക്ക്, സാധനം പൊളിക്ക്, സാധനം പൊട്ടിക്ക്. അത് തന്നെയാണോ സാധനം? നോക്കട്ടെ ഞാൻ. നിനക്കറിയാലോ സാധനം അത് കാണുമ്പോൾ. പൊട്ടിക്കാൻ പറ്റുന്നില്ല.
കുട്ടിക്ക്? വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യില്ല. ആ ആയില്ലേ, പൊട്ടിയില്ലേ? ആ തുറന്നോ തുറന്നോ തുറന്നോ. പൊട്ടിച്ചു നോക്ക്. പൊട്ടിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? വെള്ളം മെറ്റീരിയലൊക്കെ എങ്ങനെയുണ്ട് നോക്കി നോക്ക്. ആ നമ്മള് നോക്കിയെടുത്തല്ലേ, ഓൺലൈനിൽ നിന്ന് വരണല്ലേ. അഥവാ സൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സൈസ് വലുതാണെങ്കിൽ നമുക്ക് ചെറുതാക്കാം, ചെറുതാണെന്നുണ്ടെങ്കിൽ വലുതാക്കാൻ പറ്റൂല, കാരണം റബ്ബറല്ല, റിട്ടേൺ അയക്കേണ്ടി വരും. ഓ എങ്ങനെയുണ്ട്? വെച്ചോക്കെ വെച്ചോക്കെ. പാൻസ് ആട്ട്, പാൻസല്ലേ ഷോളോ? അത് പാൻസ് അല്ലേ? സമയത്ത് വെച്ചോക്കെ എങ്ങനെയുണ്ടെന്ന്. കറക്റ്റാണ്. ഓ അപ്പോൾ ഈ എം തന്നെയാണ് ഇവളൊന്ന് നോക്കിയതും കണ്ടതൊക്കെ. അപ്പോൾ ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തു. എനിക്കൊരു ഡൗട്ട്. ആ നീ നോക്കിയത് എം തന്നെ, ഞാൻ ഓർഡർ ചെയ്തത് അതെ. നോക്കട്ടെ, എം തന്നെയല്ലേ സാധനം? ഓൾറെഡി ആ ഓക്കെ, കാണാണ്ട് എം തന്നെ കണ്ടില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് സാധനം ഓർഡർ ചെയ്തത്, നമുക്ക് കിട്ടിയത് ഇത് തന്നെ. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് ഇട്ടിട്ട് പോര്, നോക്കട്ടെ സാധനം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ നമുക്ക് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. രസമുണ്ടോന്ന് അറിയണമല്ലോ, പാകാണെന്ന് അറിയണമല്ലോ. അപ്പൊ നിക്ക്, എങ്ങനെയുണ്ട് സാധനം? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എന്താ പറയാനുള്ളത്? അപ്പൊ അതാണ് അല്ല, ഇതൊന്നും ഇല്ലാതെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊണ്ട് തന്നാലേ അതിനൊരു ഇമ്പം ഉണ്ടാവൂല. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെ രസം, ഇതൊക്കെ തന്നെ ഒരു സന്തോഷം. മനസ്സിലായില്ലേ? എന്താ പറയാനുള്ളത്? സന്തോഷം. ഏതാ ചിരിയോ പൊലിവോക്ക. ഓക്കെ, സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് പോരും, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഗേസ്, അപ്പോൾ ചക്കരതേ സർപ്രൈസോടെ നമ്മുടെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചക്കര? പാകാണോ? പാകാണ്. കൈ ടൈറ്റാ? ലൂസ് പ്രശ്നമില്ല. ലൂസ് നമുക്ക് എങ്ങനെ വേണോ നമുക്ക് പിന്നെ കട്ട് ചെയ്തിട്ടോ മുറിച്ച് സൈഡ് അടിച്ചിട്ടൊക്കെ ചെറുതാക്കാം. ചെറുതായാലാണ് പ്രശ്നം, അത് പിന്നെ വലുതാക്കാൻ പറ്റൂല. അപ്പോൾ ഇതിപ്പോ എന്താ ലൂസല്ലേ? ചെറിയ ലൂസല്ലേ ഉള്ളൂ. എന്താ ഇതാ ലൂസ്? ഈ ലൂസ് വേണേ. ആ ഭയങ്കര ലൂസ് ആണെങ്കിൽ നമുക്കൊരു പണി, നമുക്ക് മുകളിലത്തെ ഒന്ന് നൂലോടിക്കണ കൂട്ടത്തിലാണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നൂലോടിക്കണ കൂട്ടത്തിൽ അങ്ങനെ ചെയ്താൽ മതി. പാകല്ലേ? കളർ ഓക്കെ അല്ലേ? കളറ് സാധാരണ കേസ് എനിക്ക് ഷാൾ അതിൻ്റെ അല്ല, ഷാള് വേറെ ഷോളല്ല. അതിൻ്റെ ഒപ്പം ഷോളില്ല. അവള് പാൻസും ഡ്രസ്സും രണ്ട് ഇതായിട്ട് വന്ന പീസ് അങ്ങനത്തെ തന്നെയാണ് കേട്ടോ. ശരിക്കും വേറൊരു കാര്യമുണ്ട്. അതായത് എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ സാധനം ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മെയിൻ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധനം ഓൺലൈനിൽ കണ്ട് നമ്മൾ ഓർഡർ ചെയ്യും. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന കാര്യങ്ങളാണ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ എന്താവും, ഭയങ്കര അടിപൊളി ചോർക്ക് നല്ല ചന്തവും കാണാൻ. സംഭവം ഇവിടെ എത്തിക്കഴിയുമ്പോൾ 10 പൈസക്ക് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പടച്ചോനെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ ആകെ പുളിഞ്ചാറാവും വിചാരിച്ചേ. ഇവിടെ എത്തിയപ്പോൾ ആകെ ഇതാവും വിചാരിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല. മെറ്റീരിയൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കോട്ടനാണത്, കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ അത് നോക്കിയാണ്, മെറ്റീരിയൽ കോട്ടനാണ്. അപ്പോൾ അങ്ങനെ നോക്കി എടുത്താണ്. അപ്പോൾ എനിക്ക് ഇതിന് ചെറിയ പൈസ ഉള്ളൂ. പൈസ എത്ര ആയിക്കോട്ടെ, അത് ചെറിയണ്ട. ഞാൻ തന്നെ ഓർഡർ ചെയ്ത്. ഇത് ഇവർക്കല്ല, എഴുതപ്പെട്ട പെൺകുട്ടികൾക്കുള്ള സ്വഭാവമാണ്. ഡ്രസ്സ് തുണിക്കടയിൽ പോയാൽ ആദ്യം എന്ത് ചെയ്യുന്ന അറിയോ, ഞാൻ അവരോട് പറയും, എടി ഇജ്ജ് ഡ്രസ്സ് എടുത്തോ. അപ്പോൾ ആദ്യം ടാഗ് തിരിച്ചും മറിച്ച് നോക്കും, പൈസ എത്രയാണ്. ഞാൻ പറയും, ഇതിനാ പൈസ നോക്കേണ്ട ആവശ്യം എന്തിനാ? അപ്പോൾ ഇഷ്ടപ്പെട്ട് നമുക്കൊരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, അതിപ്പോൾ എത്രയായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങണം. അതായത് ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതല്ല. നമ്മളൊരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളത് സ്വന്തമാക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കണതിന് നമ്മൾ പിന്നാലെ നമ്മൾ പോകണത്. ഇപ്പോൾ നമ്മുടെ ലൈഫ് ടൈം എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിലൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ വലിയ കാര്യം ആയിക്കോട്ടെ, ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എടുക്കണം. പൈസ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നടത്തി തരാനുള്ള ഉത്തരവാദിത്വം അത് നമുക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് സാധനം ഇഷ്ടപ്പെട്ടില്ലേ? സാധനം ഇഷ്ടപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാധനം കിട്ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കളറും നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഏതായാലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഇതുപോലെ സാധനങ്ങളൊക്കെ വരും, പക്ഷെ പ്രതീക്ഷിക്കാതാവും വരുന്നത്. എന്തേ ഇത് ചിരിക്കണേ? ചിരി നോക്ക്. ഓനെ എന്നിട്ടില്ല കേട്ടോ, അല്ല അതിനും വേണ്ടിയൊന്നുമില്ല, വെറുതെ ഇറങ്ങി.
ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഉമ്മനെ കാണിച്ചോ ഡ്രസ് ഇട്ടിട്ട്? ആ അമ്മ ഉള്ളിൽ നിസ്കരിക്കണം. അപ്പം നിസ്കരിച്ച് തുടങ്ങിയിട്ട് ഉമ്മനെ കാണിച്ചു കൊടുക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.